ഉമ്മാക്കൊന്ന് വിളിച്ചു പറയട്ടെ അമ്മയമ്മ വരുന്ന കാര്യം. ഉമ്മാക്കല്ല സന്തോഷം ഉണ്ടാവും. അല്ലമ്മ. സന്തോഷൊക്കെ ഉണ്ട്. എന്റെ അമ്മായിമ്മ വരുന്നുണ്ട് അത്രേ. രാവിലെ ഇക്ക വിളിച്ച് പറയ എന്നോട് അങ്ങാടിന്ന്. എപ്പളാ വരുന്നേന്ന് അറിയൂല, വരുന്നുണ്ട് പറഞ്ഞു. ഇപ്പൊ എന്തായാലും ചെലപ്പോ 2 ദിവസമൊക്കെ നിക്കണ്ടാവേക്കാരം. പിന്നെ സന്തോഷം ഇല്ലായിരിക്കോ? എത്ര കാലത്തിന് ശേഷം എന്റെ അമ്മായിമ്മ ഒന്നും ഇങ്ങോട്ട് വരുന്നത്. തെറ്റൊക്കെ മനസ്സിലാക്കി വരേക്കാരെന്ന ഇക്ക പറഞ്ഞത് എന്നോട്. ഞാൻ അതാ വേഗം ഇങ്ങക്ക് വിളിച്ചു പറഞ്ഞത്. അങ്ങണ്ട് അങ്ങണ്ട് പോവുണ്ടോന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാലും ഇനി തിരിച്ചങ്ങനെ ഒരു പോക്ക് ഉണ്ടാവൂലേക്കാരം. പക്ഷെ എന്നാലും പോയി വരവും ഇതൊക്കെ ഉണ്ടാവും. എന്നാലൊന്ന് വന്നല്ലോ, എന്നാലൊന്ന് വരുന്നുണ്ടല്ലോ, അതന്നെ വലിയ സമാധാനമ്മ. ഒന്ന് മനസ്സിലാക്കിയാ മതി. അവർക്കൊക്കെ എന്തെല്ലാം ചെയ്തു കൊടുക്കണ്ട് ഞാന്. എന്നിട്ട് ഓരിന്നൊന്ന് മനസ്സിലാക്കണും കൂടി ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ സമാധാനായി എന്തായാലും. ചെലപ്പോ നോമ്പറന്നിട്ടേക്കാരും പോവാ, അല്ലാന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടാവും പോവാ. ആയിക്കോട്ടെ, നമ്മക്ക് കുറച്ച് പണികളുണ്ട്. പിന്നെ ഇക്കാക്ക് ഒന്നുകൂടി വിളിക്കട്ടെ ഞാന്. ശരി എന്നാ, ശരി. സമാധാനായി. എത്ര കാലത്തിന് ശേഷം അമ്മ ഒന്നും ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ ആരും ഇല്ലേ? വാതിലൊക്കെ തുറന്നിട്ട് പോയിക്കണല്ലോ. ഇവിടെ ആരും ഇല്ലേ? വന്നു തോന്നുന്നുണ്ടല്ലോ. അമ്മ ഇരിക്കി. ഞാൻ ഇരുന്നോളാം, ഇജ്ജ് ഇന്നെ ഇരുത്തൊന്നും വേണ്ട. എന്തേ ഇമ്മരത്തെ വാതിലൊക്കെ തുറന്നിട്ടിട്ട് ഇങ്ങോട്ട് പോന്നിക്കണത്? ആരേലും കേറി വരില്ലേ? അവിടുത്തെ ആ സ്വഭാവം തന്നെ എപ്പോഴും മാറ്റാനൊന്നും ആയിട്ടില്ല. ഞാനാണ്ട് അടിച്ചു വരാൻ വേണ്ടി പോയപ്പോ തുറന്നിട്ടതേന്ന്. എന്തൊരു ചൂടാണ് ഇതിന്റെ ഉള്ളിൽ. ഇവിടെ ഒന്നും ഒരു ഫാനും ഇല്ലേ. ഫാന് റൂമിൽ തന്നെ ഉള്ളുമ്മ, വേറെ എവിടെയും വെച്ചിട്ടൊന്നുമില്ല. റൂമിലാ? എന്നാ വരുന്ന ആൾക്കാരൊക്കെ ആ റൂമിലാണ്ട് ഇരുന്നാ മതിയല്ലോ. ഇവിടെ ഒന്നും ഒരു ഫാനും വേണ്ട. ഇവിടെ ഒക്കെ ഒരു ഫാന് വെച്ചൂടെ? ആരെങ്കിലും ഒക്കെ കേറി വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാറ്റ് കൊള്ളണമെന്നുണ്ടെങ്കിൽ റൂം കയറി ഇരിക്കേണ്ടി വരും അല്ലെ? നിങ്ങൾ ഇരിക്കുമ്മ, ഞാൻ ഇപ്പൊ വരാം. എന്റെ മകനെയും പറ്റിച്ചെങ്ങാണ്ട് എന്റെ മകനും കൂടെ ഇങ്ങോട്ട് കൂടി നിക്കണ് ഈ ഒരു വാടക പേരന്റെ ഉള്ളിക്ക്. ഇതോളം വലിയ ന്യായം ചേർക്കാൻ നിക്കാണ്. പോയോക്കട്ടെ ഏതൊക്കെയാ. അൽമറൊക്കെ വാങ്ങിക്കണല്ലോ. പഴയ സെക്കൻഡിന്റെ എന്തോ ആണ്, ആകെ കേട് നിക്കും. എന്തമ്മ നോക്കണ്? അല്ല, അൽമറയും കട്ടിലും ഫ്രിഡ്ജും ഒക്കെ ഉണ്ടല്ലോ. ഇതിനൊക്കെ എവിടുന്ന പൈസ? ആ ചെക്കനെ കൊണ്ട് വല്ല ലോൺ എന്തേലും ഇപ്പിച്ചിട്ടുണ്ടാവൂലേ, അല്ലെങ്കിൽ അടവിന് വാങ്ങിയതേക്കാരല്ലേ. ഓന്റെ ഒരു ഗതികേട്. ഓനക്ക് നല്ല പോലെ അതിനുള്ളിൽ നിന്നാ പോരായില്ലേ? ഇങ്ങോട്ട് വിളിച്ചപ്പോയിനും ഇങ്ങോട്ട് ഇറങ്ങി പോരേണ്ട വല്ല ആവശ്യം ഉണ്ടായിന്നാ? അതെങ്ങനെ ഉമ്മയും വാപ്പയും പറയണൊക്കെ കുറച്ചൊക്കെ ഒന്ന് കേക്കണേ. ഉമ്മാനും വാപ്പാനും വില ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനൊക്കെ ഓരോന്ന് കാട്ടുമ്പോ അതിനിങ്ങനെ കൂട്ടു നിൽക്കല്ല ചെയ്യാ, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക ചെയ്യാ. ഉമ്മയും വാപ്പ ഒന്നും വേണ്ട, ആരും ആണ്ടൊന്നും വരുന്നേ കാണാനില്ല. അപ്പൊ ഞാൻ ഇങ്ങണ്ടെങ്കിലും ഓരോന്ന് കാണാൻ വരണ്ടേ, അത് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഞാൻ. ഉമ്മ 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ പോവുള്ളൂ.
ഞാൻ ഇവിടെ നിക്കേ നല്ലൊരു പെര അവിടെ ഉണ്ടാവുമ്പോ ഞാൻ ഇപ്പൊ ഇവിടെ അന്ന് നിക്ക നിങ്ങൾ ആദ്യം സ്വന്തമായിട്ട് ഒരു പെര ഉണ്ടാക്കാൻ നോക്കി എന്നിട്ട് വരണ്ട് ഞാൻ ആണ്ട് നിക്കാനൊക്കെ. വാടക പെരന്റെ ഉള്ളിൽ കിടന്നാലൊന്നേ എനിക്ക് ഉറക്കം വരൂല. എനിക്ക് എന്റെ സ്വന്തം പെരന്റെ ഉള്ളിൽ കിടക്കന്നെ വേണം. ഈ കടും കള്ളി ഉള്ളോടത്ത് ഈ വാടക പെരയിൽ നിന്നിട്ട് എങ്ങനെ ഉറങ്ങാനാണ്? എന്തേലും മനസ്സമാധാനം ഉണ്ടാവുമോ? ഞാനും നിക്കണില്ല. ഞാൻ ഓനെ കണ്ടു കഴിഞ്ഞാൽ ഞാനവിടെ പോവും. ഓൻ ഉണ്ടാവും വിചാരിച്ചപ്പോ ഇതൊരു വിളിച്ചു നോക്കും ഓനോട് ഇങ്ങോട്ട് വരാൻ പറയും. ഇനി ഓളെ പെരന്റെ ഉള്ളില് ഞാൻ അങ്ങനെ നിക്കാ? അത് ഈ ഒരു കുടിസ് പെരന്റെ ഉള്ളില് സ്വന്തമായിട്ട് എന്തായാലും ഒരു പെരയിട്ടാണ് അന്ന് ഞാൻ വരുള്ളൂ. ഇനി എന്തായാലും ഇന്റെ മുതലിനൊന്നും ഞാൻ കൊടുക്കൂല. ആ പൂജ മനസ്സിൽ നടക്കണെന്ന് വെച്ചാൽ അവിടെ നടക്കന്നെ ഉണ്ടാവുള്ളൂ. ഇമ്മെന്തെങ്ങനെ ഞാൻ വിചാരിച്ചൊക്കെ നേരായിട്ട് വന്നതേ കാരണം എവിടെ അമ്മ എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ഈ കഥ എവിടെ പോയി കിടക്കണം? അലങ്ങൾ എവിടെ? ഇമ്മ വന്നിട്ട് എത്ര നേരായിന്നറിയോ? ആ വന്നിക്കണ്. ആ എന്തോ അറിയണ്, ഉമ്മാക്ക് ആ പഴയ സ്വഭാവത്തിന്ന് മാറിയിട്ടൊന്നുമില്ല. നിങ്ങൾ എന്താ പറഞ്ഞ എന്നോട്? ഉമ്മാക്കല്ലേ ഇത് മനസ്സിലായി തിരിച്ചറിഞ്ഞിട്ട് ഉമ്മ വന്നതാണ് എന്നെ സ്നേഹിക്കാരി എന്നല്ല അറിഞ്ഞത്. അപ്പൊ നല്ല സ്നേഹം തന്നെ കിട്ടുന്നത്. നിങ്ങളമ്മ മാറിയിട്ടൊന്നുമില്ല ഇക്ക. ആഗ്രഹിച്ച ഞാനാരായി? പൊട്ടത്തി. എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. നിങ്ങളമ്മ ഇനി വന്നിട്ടൊന്നും പറയാത്തത് ബാക്കിയില്ല. നിങ്ങളൊന്ന് വേണ്ട വരുമോ? ആ ഇപ്പത്തെ എവിടെ പോയി കിടക്കാണ്? ആ ബസ്സിന് കിട്ടൂല ഇനി പോവാന്. ഇനി നാട്ടുകാരെ അതും ഇതും പറയല്ലോ ഞാൻ വന്നില്ലെങ്കി എന്ന് വിചാരിച്ചിട്ട് വന്നതാണല്ലേ. ഞാൻ വരൂല്ല. അല്ല ഓനെ എവിടെ? ഞാൻ എത്ര നേരായി ഓനെ കാത്തിരിക്കൽ തുടങ്ങിയിട്ട്. ഓലിപ്പോ വരുമ്മ. അല്ലമ്മ ഷായിന് വരലുണ്ടോ? ആ ഷായിനൊക്കെ വരലുണ്ട്. ഓലൊക്കെ വന്നതുകൊണ്ടല്ലേ ഇജ്ജിപ്പോ ഓനായിട്ട് ഇങ്ങോട്ട് പോകുന്നത്. കുടുംബത്തിൽ നിന്നിട്ടുള്ള ശീലമൊന്നും ഇല്ലല്ലോ. എന്റെ കുട്ടി വരും വിചാരിച്ചിട്ടല്ലേ ഓനായിട്ട് വേഗം പോകുന്നത്. എന്റെ കുട്ടിയൊന്നും ഞങ്ങളെ അടുത്തേക്കൊന്നും വരൂല. എന്റെ അടുത്തേക്ക് തന്നെ വരുള്ളൂ. അതൊന്ന് കുറച്ച് ദിവസം നിക്കാനും ഒരു 10 ദിവസം നിക്കാനൊക്കെ വരുമ്പോ എന്താണ് ഓൾക്ക് അതിന്റെ ഉള്ളിൽ നിക്കാൻ വെച്ചാ, പണിയെടുക്കാൻ വെച്ചാ. ഇതൊക്കെ പിന്നെ എന്റെ പെരന്റെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പണിയെടുത്ത് മല മറിച്ചു കൊടുക്കേക്കാരല്ലോ. അതോ അവിടുന്ന് പണിയെടുത്ത് ഇടങ്ങറായിട്ട് വന്നിട്ട് കുറച്ച് ദിവസം അവനാന്റെ പെരയിലൊന്നും ഇരിക്കട്ടെ വിചാരിച്ചിട്ട് വരുന്നതാണ്. അപ്പോത്തിന് മാപ്പിളിനും കൂട്ടിങ്ങാണ്ട് വാടകക്ക് പോന്ന്. ഇപ്പൊ എന്താണ് സുഖം? നിങ്ങൾ സുഖമായിട്ട് നിന്നോളി, ഒരു കുഴപ്പമില്ല. ഉമ്മ എന്താ അമ്മ ഒന്നും അറിയാത്ത പോലെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തണത്? ഞാൻ എന്ത് തെറ്റാ അമ്മ ചെയ്തത്? പിന്നെ ഞാൻ എങ്ങനെയൊക്കെയാ പറയേണ്ടത്? എന്നോട് വർത്താനം പറയാനൊന്നും വെച്ച എന്നിട്ട് 4 ആൾക്കാർ കേട്ടിട്ട് നീ അമ്മായിമ്മ പോരത്തിയാണ്, അമ്മായിമ്മ ചെറിയ സ്വഭാവമാണെന്ന് പറയാൻ വേണ്ടിട്ടല്ലേ. ഞാൻ ഒന്നും മുണ്ടണില്ല. ആ ഞാൻ വന്നിട്ട് കൊല്ലം കൊറേ അയക്കണ്. അണക്കല്ല അമ്മാനും വാപ്പാനൊന്നും വേണ്ടായി. എന്താ അമ്മങ്ങൾ ഇങ്ങനൊക്കെ പറയണത്? ഞാൻ പിന്നെ എങ്ങനെയാടാ പറയേണ്ടത്? ഇജി ഈ ഒരു കോട്ടേഴ്സ് ഇങ്ങോട്ട് പോന്നതിന്റെ ശേഷം ഇജി ഒന്ന് എന്റെ അടുത്തേക്ക് ഒന്ന് വന്നിക്കണ? ഇജി എനിക്കൊന്ന് വിളിച്ചിക്കണ? അതെങ്ങനെ? പെണ്ണുങ്ങള് പറയണല്ലേ കേക്കുള്ളൂ മാപ്പിള. എങ്ങനെ വരാനാണ് ഉമ്മ? നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് ഇന്നെ അവിടുന്ന് പറഞ്ഞയച്ചിക്കണത്? ഒരു കാലത്ത് നന്നാവൂല എന്നുള്ളതല്ലേ നിങ്ങൾ പറഞ്ഞത് എന്നോട്. പിന്നെ എങ്ങനെ ഞാൻ വരിക? ഞാൻ നിക്കണൊന്നുമില്ല. ഞാൻ നിക്കണില്ലെന്ന് ഞാൻ ഓളോട് പറഞ്ഞിക്കണു. ഓൾക്ക് ഞാൻ ഒരു മറുപടി ഞാൻ കൊടുത്തിക്കണു. ഇനി എനക്ക് പറയാൻ വെച്ചായിട്ടാണ്. ഓളോട് ചോദിച്ചാ അറിയാം. എന്താ ഉമ്മ പറഞ്ഞത്? എന്നോടാ ചോദിക്കണത്.
വേണ്ട, ഓക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തന്നെ പറയാ. നിങ്ങൾ ആദ്യം സ്വന്തമായിട്ട് ഒരു പെരണ്ട് ഉണ്ടാക്കൂടി, എന്നിട്ട് ഞാൻ വന്ന് നിന്നോണ്ട്. ഈ വാടക പെരനുള്ളിലൊന്നും നിക്കാൻ എന്നെ കൊണ്ട് വെക്കൂല. പിന്നെ ആൾക്കാർ അതും ഇതും പറയാൻ, അത്രയും വലിയൊരു പെരയും കൂടി ഉണ്ടായിങ്ങാണ്ട് ജമീലാന്റെ മകൻ പോയി കെടുക്കണത് ഒരു വാടക പെരയിലാന്ന്. അല്ലെങ്കിലും ആൾക്കാർ അതൊക്കെ തന്നെയാണ് പറഞ്ഞുണ്ടാക്കണത്. പിന്നെ ഞാൻ വന്നത് എന്തുകൊണ്ടാച്ചാലേ ആൾക്കാർ ഇനി എന്നെ മോശത്തരം പറയണ്ടല്ലോ വിചാരിച്ചിട്ടാ ഞാൻ വന്നത്, അല്ലാതെ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. അന്റെ പെണ്ണുങ്ങളോട് പറഞ്ഞപ്പോ ഏജ് കെട്ടും മാണ്ടെടുത്തുങ്ങാണ്ട് ഓളെ പിന്നാലെ കണ്ട് ഇറങ്ങിയല്ലോ. അനക്കപ്പം ഉമ്മാനെ വേണമെന്നൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ വരുന്നുണ്ട് എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞത് എന്റെ ഒരു മാന്യതയാണ്. ഇനി എന്തായാലും കുറച്ച് ദിവസം നിക്കാൻ ഞങ്ങളാണ്ട് വരണ്ടി. ഇജ് വരുന്നതും പോണതൊക്കെ കൊള്ളാം, പക്ഷെ ഇവളേറ്റ് ആ പടി ഇജ് കേറാൻ പറ്റും. ഇവള് ഇനി എന്റെ പേരന്റെ ഉള്ളിക്ക് വരികയെ വേണ്ട. എന്റെ കുടുംബം ഇങ്ങനെ ആവാൻ കാരണം ഒരുത്തി ഇവളാണ്. എന്റെ കുട്ടികളൊക്കെ തമ്മിൽ തെറ്റിച്ചിട്ട് എന്റെ കുട്ടിയെ എന്റെ അടുത്ത് നിന്ന് അകറ്റിയതൊക്കെ എന്റെ പെണ്ണുങ്ങളാണ്. എന്ത് വർത്താനമ്മ നിങ്ങൾ ഈ പറയണത്? ഒന്നല്ലെങ്കിൽ റമളാൻ മാസല്ലേ, അത് നിങ്ങൾ നോക്കണ്ടേ? എനിക്ക് ഭാഗ്യാണ് ഓൾ ഇന്റെ കൂടെ ഉള്ളത് കൊണ്ട്. ഓ, അനക്ക് വലിയ ഭാഗ്യം ഉണ്ടായിട്ട് എനിക്ക് നല്ല കാര്യാണല്ലോ. അന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് വിചാരിച്ചിട്ട്. എടാ, ഞാനൊരു പ്രായമായിട്ടുള്ള ഒരു തള്ളല്ലേ. ഇപ്പോഴും ഞാൻ അതിന്റെ ഉള്ളിൽ കിടന്ന് പണിയോട് പേറുകയാണ്. അതിനാരാണ് കാരണക്കാരത്തി? നിങ്ങളെ ഒരേ ഒരു മകളല്ലേ, ഓളോട് വന്നിട്ട് ആ പണികളൊക്കെ എടുക്കാൻ പറയും. ഇപ്പൊ നിങ്ങക്ക് ഇന്റെ പെണ്ണുങ്ങൾ പണികൾ എടുക്കാൻ വേണല്ലേ? അത് പണ്ട് അങ്ങനെ തന്നെയാണല്ലോ. അനക്കിപ്പോ വലിയ സുഖ സൗകര്യങ്ങളൊക്കെ ആയില്ലേ. ഫ്രിഡ്ജായി, അൽമറായി, കട്ടിലായി, എല്ലാ സാധനങ്ങളും ഒക്കെ ഇനി ഇതന്നെ അടച്ചു തീർക്കും ആണല്ലോ. ഒക്കെ അടവിന് എടുത്തല്ലേ. ഇനി ഓരോരുത്തരും ഇങ്ങനെ വരും പൈസ ചോദിച്ചെങ്ങാണ്ട്. അപ്പോഴും നാണം കെടാൻ ഇജന്നെ ഉണ്ടാവുള്ളൂ. ഈ എടുക്കാൻ പറഞ്ഞ എന്റെ പെണ്ണുങ്ങളൊന്നും ഉണ്ടാവൂല അപ്പൊ. അതൊക്കെ പോട്ടെ, നിങ്ങൾക്ക് എല്ലേതും മറന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ നിക്കാൻ പറ്റൂല്ലേ? എനിക്ക് അതറിഞ്ഞാൽ മാത്രം മതി. എനിക്ക് നിക്കാൻ പറ്റൂല എന്റെ പെണ്ണുങ്ങളെ പിന്നാലെ. ഞാൻ പോവാണ്. ഞാൻ എന്നെ കാണാൻ വേണ്ടിട്ട് മാത്രം അങ്ങോട്ട് വന്നത്, അല്ലാതെ ഓളെ കാണാൻ വേണ്ടി വന്നോന്നല്ല. ഞാൻ വന്നില്ലാന്നുള്ളൊരു പരാതി വേണ്ടാച്ചിട്ട് ഞാൻ പോവാണ്. ഞാൻ നിക്കണില്ല. ഞാൻ നോമ്പാക്കാനും ഇല്ല ഞങ്ങൾക്ക് ഒരു ഇതിനും ഞാൻ നിക്കണില്ല. ഞാൻ പോവാണ്. ഞാൻ ഇനി പോവാണ്. ഇജ് എന്റെ പെണ്ണുങ്ങളും കൂടി ഇവിടെ സുഖമായിട്ട് ഇങ്ങനെ ജീവിച്ചോ. മാസത്തിൽ ഒരിക്കൽ ഇജ് ഒരു 1000 1500 അങ്ങോട്ട് അയച്ചു തരും. അതും എനിക്ക് വേണമെന്നില്ല. എന്റെ അമ്മായിമാക്കണ്ട് അയച്ചു കൊടുത്താൽ ആ തള്ളക്കൊക്കെ കൂടെ തെയ്യട്ടെ. ഇത് നിങ്ങൾ വെറുതെ എന്റെ പെരക്കാരതിക്ക് വലിച്ചിടാൻ നിക്കണ്ടട്ടോ. പറഞ്ഞ എന്താടി കാട്ടുക? എന്റെ മകനും വശത്താക്കി ഇങ്ങാണ്ട് നിക്കല്ലേ നിങ്ങൾ എല്ലാരും കൂടി. എന്റെ മകൻ നയിച്ചു കൊണ്ടൊക്കെ എന്റെ പെരേക്ക് കൊടുക്കല്ലേടി. നിങ്ങൾ ഇങ്ങോട്ട് വരാനും നിക്കണ്ട. നിങ്ങളെ മകളെ വാക്കും കേട്ടുങ്ങാണ്ടേ വെറുതെ എന്റെ നെഞ്ഞത്ത് കയറാൻ നിക്കണ്ട. എന്താ റുബിയെ, ഇതൊന്നും ഉണ്ടായിരുന്ന? നിങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നു. ഇത്രയും നാള് ഞാനേ ഒന്നും ഉണ്ടാതെ സഹിച്ചു നിന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളമ്മ നേരാവൂല. അപ്പൊ ഞാൻ തന്നെ പറയാൻ നല്ലത്. ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരാൻ നിക്കണ്ടട്ടോ. ഇത് ഞാൻ വാടക കൊടുക്കണ വീടാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ മകനെ അയക്കണ നക്കാപ്പിച്ചാണ്. ഞാൻ പണിയെടുത്ത് ഉണ്ടാക്കിയ പൈസ നിങ്ങൾക്ക് മാസം മാസം ഇക്ക അവിടെ കൊടുന്നേരുന്നേ. അല്ലാതെ ഇക്കാക്ക് പണി ഉണ്ടോ എന്നുള്ളതൊന്ന് ചോദിച്ചു നോക്കി നിങ്ങള്. എത്ര കാലമായി ഇക്ക ഇവിടെ ഇരിക്കലോ തുടങ്ങിയിട്ടെന്ന് അറിയോ? ഈ പരിചയത്തെ ചെലവും കാര്യങ്ങളൊക്കെ ഞാനാ നോക്കല്. ഇനി എന്റെ ഇഷ്ടമില്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് കയറാൻ നിക്കണ്ട. നിങ്ങളെ മകൻ എടുത്ത വീടാണെന്ന് പറഞ്ഞാണ്ട് ഇതുവരെ നിങ്ങൾ പറഞ്ഞ് ഞാൻ സഹിച്ചു നിന്നില്ലേ. ഇനി എനിക്ക് അതിന് പറ്റൂല. നിങ്ങളെ മകളും കെട്ടിപ്പിടിച്ചിങ്ങാണ്ട് അവിടെ ഇരുന്നോളി. അല്ലെങ്കിൽ മകള് പറഞ്ഞതല്ലേ വേദവാക്യം, അതൊക്കെ കണ്ട് വിസയിച്ചിങ്ങാണ്ട് അവിടെ ഇരിക്കും ചെയ്യുമല്ലോ. ഇജ് ഇന്റെ മക്കളെ കാര്യത്തിൽ ഇജ് ഇടപെടൊന്നും വേണ്ട. ഇന്റെ കുട്ടിയുടെ പേരെങ്ങാനും ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കോളുണ്ട്. അല്ലോ, ഞാൻ പറയാനൊന്നുമില്ല. സ്വന്തം ഉമ്മാന്റെ പൈസ കട്ട മകളല്ലേ. പിന്നെ ഇനിയിപ്പോ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇങ്ങളെ പൈസ എടുത്തുകണതേ ഞാനല്ല, ഇങ്ങളെ മകളാണ്. അതിന്റെ തെളിവ് അടക്കം എന്റെ ഫോണിലുണ്ട്. പിന്നെ ഞാൻ ഇതുവരെ പറയാതിരുന്നത് എന്തുകൊണ്ടാ അറിയാ? ഇന്റെ മാന്യത ഉമ്മി മക്കളും കൂടി തെറ്റിപ്പിരണ്ട വിചാരിച്ചിട്ട്. ഞാൻ വന്ന് കേറിയോളല്ലേ. അപ്പൊ പിന്നെ ഇന്നാട്ടി പുറത്താക്കിയാലും ഒരു കുഴപ്പമില്ലല്ലോ. അണക്കിപ്പോ ഒന്നും പറയാനില്ലല്ലോ അല്ലെ? സ്വന്തം ഉമ്മാനെ ഓടി ആട്ടി പറഞ്ഞേക്കുമ്പോ ഞാൻ പോവന്നെ. പോവന്നെ നല്ലത്. ഇങ്ങനത്തെ തോതിലാണെങ്കിൽ ഇമ്മ വരണമെന്നില്ല. നല്ലപോലെ ആണെന്നുണ്ടെങ്കിൽ ഇമ്മക്ക് ഇങ്ങോട്ട് വന്ന് കയറാം. ഇത്രയും നേരം ഞാൻ സഹിച്ചു പിടിച്ച് നിക്കേന്ന്. ഒന്നും മുണ്ടാൻ കഴിയൂല വിചാരിക്കും തോറും തലേ കയറി നിരങ്ങ. ഇപ്പൊ എന്റെ പെരക്കാരും കൂടി തൊട്ട് കളിക്ക.
എന്തൊക്കെയാ ഈ ഉമ്മാനോട് ഈ പറയണത്? പിന്നെ ഞാൻ എന്താ ഇക്ക പറയേണ്ടത്? ഇത്രയും നേരം ഇന്നെ പറഞ്ഞതൊക്കെ പോട്ടെ, ഇപ്പൊ എന്റെ പെരക്കാരും കൂടിയും പറയുമ്പോ എന്റെ പെരക്കാര് എന്ത് പയച്ചു ഇക്ക? നിങ്ങളോട് എന്തെങ്കിലും എന്റെ പെരക്കാര് പറയാൻ വന്നീന്നോ? നിങ്ങൾ ഉമ്മാനോട് പറയാൻ വന്നീന്നോ? നിങ്ങൾ ഉമ്മാനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ മാസം മാസം എനിക്ക് കിട്ടുന്നതെങ്കിലും ഞാൻ അയച്ചു കൊടുക്കുന്നത്. അപ്പൊ അതിന് പറയണത് നോക്കി നിങ്ങള്. പണിയെടുത്തിട്ടേ പൈസ ഉണ്ടാക്കുന്നവർക്ക് അതിന്റെ ഇടങ്ങേറ് അറിയുള്ളൂ. ഇതൊക്കെ കേട്ട് സഹിച്ചു നിൽക്കാൻ എന്നെ കൊണ്ട് ഇനി പറ്റൂല ഇക്ക. നിങ്ങളമ്മ വരണ്ട, നിങ്ങളമ്മ ഒരിക്കലും നന്നാവൂല. ഇനി നന്നാവും എന്നുള്ള ആ പ്രതീക്ഷ ഉണ്ടല്ലോ, അത് വെറുതെ നിക്കാം. ഏതെങ്കിലും കാലത്ത് ഇനി മക്കള് വേണം, മരുവോള് വേണമെന്ന് തോന്നുന്ന സമയം ഉണ്ടല്ലോ, അപ്പൊ വന്നോട്ടെ. എനിക്ക് കുറച്ചെങ്കിലും സ്വസ്ഥത വേണം. അതിന് വേണ്ടിട്ട് ഞാൻ ഇങ്ങോട്ടെങ്കിലും വന്നത്.